ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞാനിവിടെ ഒരുവിധം സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഒരു ചെറിയ വീഡിയോ ആണ്. ആ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എൻ്റെ അടുക്കളയിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് ഇടിയപ്പം ഉണ്ടാക്കാനാണ് പ്ലാന്. അപ്പോഴേ ഇടിയപ്പം ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. ഇപ്പോഴേ നമ്മളെ പാക്കറ്റ് മേടിച്ച ഇടിയപ്പപ്പൊടിയാണ് ഇത്. ഇടിയപ്പപ്പൊടിയുടെ പ്രത്യേകത വറക്കണ്ട, അതുപോലെ തന്നെ ചൂടുവെള്ളം വേണ്ട കുഴയ്ക്കാനായിട്ട്, വെറും പച്ചവെള്ളം മതി. അതുപോലെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇടിയപ്പപ്പൊടിയാണ്. ഞാൻ പൊൻകദർ എന്ന് പറയുന്ന കമ്പനിക്കാരുടെ ഒരു പാക്കറ്റ് പൊടിയാണ് വാങ്ങിയത്. നല്ല പൊടിയാണ് കേട്ടോ. അവരുടെ പുട്ടുപൊടിയും ഇടിയപ്പപ്പൊടിയും ഒക്കെ നല്ലതാണ്. ഇത് രണ്ടുമേ ഞാൻ വാങ്ങിയിട്ടുള്ളൂ, ഇടിയപ്പവും അതുപോലെ തന്നെ പുട്ടും. അതിൻ്റെ പൊടികളാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോഴേ ഇതൊന്ന് മയപ്പെടാനായിട്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് കുഴച്ച് വെച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഇടിയപ്പം ഉണ്ടാക്കാൻ തുടങ്ങിയത്. ഇപ്പോഴേ ഞങ്ങൾക്ക് 2 തട്ട് ഇടിയപ്പം ഉണ്ടാക്കിയാൽ മതിയാകും. ഞാൻ 2 തട്ടം ഇടിയപ്പമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോഴേ ഇതൊന്ന് പിരിച്ചെടുക്കുന്ന കാര്യമാണ് ബുദ്ധിമുട്ട്, എങ്കിലും സാരമില്ല. അപ്പോഴേ എനിക്ക് കറിയൊന്നും കൂട്ടി തിന്നുന്നത് ഇഷ്ടമല്ല. ഞങ്ങൾ പഞ്ചസാരയാണ് ഉപയോഗിക്കുന്നത് ഇടിയപ്പം കഴിക്കാനായിട്ട്. മറ്റ് കറികളൊന്നും എനിക്ക് ഇഷ്ടമല്ല. അതുപോലെ തന്നെയാണ് അമ്മയ്ക്കും കറിയോട് താല്പര്യമില്ല. ഞങ്ങൾ പഞ്ചസാര കൂട്ടിയാണ് ഇടിയപ്പം കഴിക്കാറ്. അതാണ് ഇഷ്ടം. പിന്നെ ആരെങ്കിലും വിരുന്നുകാർ വന്നെങ്കിൽ അവർക്ക് എന്തെങ്കിലും കറി ഉണ്ടാക്കി കൊടുക്കും. മുട്ടക്കറിയോ ചിക്കൻ കറിയോ ഉരുളക്കിഴങ്ങ് കറിയോ എന്തെങ്കിലും, ഗ്രീൻ പീസ് കറിയോ എന്തെങ്കിലും ഉണ്ടാക്കും. അപ്പോഴേ നമ്മുടെ വീട്ടിൽ ഇന്നാരും വിരുന്നുകാരും ഒന്നുമില്ലല്ലോ. അപ്പോഴേ ഇങ്ങനെയൊക്കെ മതി അല്ലേ. അപ്പോഴത് ഈ ടാസ്ക് കഴിഞ്ഞിട്ട് നമ്മുടെ ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണത്തിനുള്ളത് ഒക്കെ റെഡിയാക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ഇഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇടിയപ്പം തയ്യാറാക്കി വെച്ചിരുന്നത് ഞാൻ ഇഡലി പാത്രത്തിലോട്ട് വെച്ച് ഉണ്ടാക്കിയെടുത്തു. അപ്പോഴേ രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞു കുറച്ച് നേരം അങ്ങനെ ഇങ്ങനെയൊക്കെ ഇരുന്നു. അമ്മയ്ക്ക് ഗുളികയൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഉച്ചക്കത്തെ ഭക്ഷണത്തിനുള്ളതൊക്കെ തയ്യാറാക്കിയാണ്. ചോറിരിപ്പുണ്ട്, അപ്പോൾ ഇനിയൊന്ന് ചൂടാക്കിയാൽ മതി. പിന്നെ 2 ഉണക്കയല ഉണക്കമീൻ മേടിച്ചതിരിപ്പുണ്ട്. അപ്പോൾ അതിൽ നിന്ന് 2 ഉണക്കയല എടുത്ത് വഴുതനങ്ങയും തക്കാളിയും പച്ചമുളകും എല്ലാം കൂടെ അരിഞ്ഞിട്ട് നല്ലൊരു വറുത്തരച്ച കറിയാണെങ്കിൽ വെച്ചു. അപ്പോഴേ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം.
ഇപ്പോഴേ കുഞ്ഞ് 2 ഉണക്കയില ഞാൻ കറി വയ്ക്കാൻ എടുത്തിട്ടുണ്ടായിരുന്നുവല്ലോ. അതിന് വേണ്ടുന്ന പച്ചക്കറികളൊക്കെ അരിഞ്ഞെടുത്തു. ഇപ്പോഴത് ചട്ടിയിൽ ഏകദേശം പച്ചക്കറികളെല്ലാം ഒന്ന് വഴറ്റാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വഴന്ന് വരുമ്പോഴത്തേക്കിനും തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ട്, അതൊന്ന് അരച്ചെടുക്കണം. അപ്പോഴേ നമ്മുടെ മീൻ കറി എന്ന് പറഞ്ഞത് തീയലാണെങ്കിൽ ആണ്, ഉണക്ക മീൻ കറി സാധാരണ കറി വയ്ക്കുകയാണോ അതുമാണ്. അതിൻ്റെ റെസിപ്പിയും അതിൻ്റെ പിന്നെ കറി വയ്ക്കുന്ന ആദ്യം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞ എന്ന് വേണമെങ്കിൽ പറയാമെന്നെ. കാരണം ഇതുപോലെ ആരും കറി വയ്ക്കത്തില്ല. ഞാനാണ് ആദ്യം ഇങ്ങനെ ഒന്ന് കറി വയ്ക്കാൻ കണ്ടുപിടിക്കുന്നത്. അപ്പോഴേ എൻ്റെ കൈവേലയിൽ എൻ്റെ ശൈലിയിൽ ഞാൻ കറി വയ്ക്കുന്നു. കൂട്ടുകാരും കളിയാക്കല്ലേ, ഇതെന്താണ് ഈ ചെയ്യുന്നതെന്നും ചോദിക്കല്ലേ. അപ്പോഴേ ഞാൻ മീൻ കറി വയ്ക്കുകയാണ്. അപ്പോഴേ ഞാൻ ഓർത്തു തീയലാക്കാമോ? അത് ആക്കാം, കുഴപ്പമില്ല. എന്നാൽ അയലക്കറി ആക്കാമോ? സാധാരണ കറി വയ്ക്കുന്ന പോലെ ആക്കാമോ? എന്നാൽ അതും ആക്കാം. ഇത് രണ്ടും അല്ലാത്തൊരു സ്ഥിതിയിലാക്കിയാണ് ഞാൻ മീൻ കറി വയ്ക്കുന്നത്. അപ്പോഴേ നമ്മുടെ ചോറ് ചൂടാക്കാൻ ഫ്രിഡ്ജിലിരിപ്പുണ്ടായിരുന്നു. ഇപ്പോഴേ ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള ചോറ് ഇരിപ്പുണ്ട്. എന്നും ചോറ് കളയാൻ പറ്റുമോ? ഇപ്പോഴേ അങ്ങനെ കളയാനുണ്ടോ? ഇപ്പോഴേ ഞാനതൊന്ന് ചൂടാക്കാനായിട്ട് അടുപ്പയിൽ വെച്ചു. അപ്പോഴാണ് മറന്നുപോയ ഒരു കാര്യം, നമ്മുടെ കുടംപുളിയിൽ സ്വല്പം ഇട്ടില്ലല്ലോ എന്ന്. ഇപ്പോഴേ ഞാനത് ഒരു പീസ് മാത്രം എടുത്ത് കഴുകി അങ്ങോട്ട് മീനിൻ്റെ അകത്തോട്ട് ഇടുകയാണ്. മീൻ കറി വെച്ചേക്കുന്നത് തിളച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അകത്തോട്ട് ഞാൻ ഇട്ട് കൊടുത്തു. അപ്പോഴാണ് അമ്മയുടെ വെളിയിൽ കേട്ടത്. ഇങ്ങോട്ട് വന്നേ, എന്തോ അടിയൻ ഇതാ ഉണ്ടേന്നും പറഞ്ഞ് ഞാൻ ചെന്നപ്പോൾ എനിക്ക് ശരിക്കും വഴക്ക് കേട്ടോ. അതായത് നല്ലൊരു കൊല എന്ന് പറഞ്ഞാൽ ഇത് ഞാലിപ്പൂവൻ. അപ്പോഴേ അത് വാഴയുടെ ഇലയെല്ലാം കൂടെ ഇങ്ങനെ താഴോട്ട് ചാഞ്ഞ് കിടക്കുന്നതുകൊണ്ട് ആ കൊല നിന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, കൊല നിൽക്കുന്നത്. പക്ഷേ ശ്രദ്ധിച്ചില്ല അത് കുട്ടിക്കീറിയോ വിളഞ്ഞതാണോ എന്നൊന്നും ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. അത് ഇന്നലത്തെ മഴയ്ക്കോട് കാറ്റോട് അത് താഴെ വീണപ്പോഴേ അമ്മ എന്ന് നോക്കിയപ്പോഴുണ്ടല്ലോ പകുതി മുക്കാലും പൊട്ടിക്കീറിപ്പോയി. അതായത് ഇത് വിളഞ്ഞു കഴിഞ്ഞാൽ ഈ പൂവൻകൊലയ്ക്കും ഞാലിപ്പൂവൻകൊലയ്ക്കും ഒക്കെ ഒരു പ്രത്യേകതയുണ്ട്, പൊട്ടിക്കീറിപ്പോവും അങ്ങ്. അപ്പോഴേ ഞാൻ പിന്നെ ചെന്ന് നോക്കിയപ്പോഴേ അമ്മ അതിൻ്റെ കുറേ ഈ പൊട്ടിക്കീറിയ വശമൊക്കെ ചെത്തിക്കളഞ്ഞിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ പഴുപ്പിക്കാനായിട്ട് കുറച്ച് നല്ല കായെല്ലാം തിരിഞ്ഞു മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ ഞാനതെടുത്തുകൊണ്ട് വന്ന് തോരൻ വയ്ക്കുകയാണ്. അമ്മയ്ക്ക് ഇഷ്ടമാണ് തോരൻ വയ്ക്കുന്നത്. ചോറിൻ്റെ അകത്തൊക്കെ ഇളക്കി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. മറ്റ് കറികളൊന്നും അമ്മയ്ക്ക് വേണ്ട. അപ്പോഴേ ഈ ചോറിൻ്റെ അകത്ത് ഈ വാഴയ്ക്ക തോരനെ ഇട്ടിളക്കി കഴിക്കും. അപ്പോഴേ ഇപ്പം എടുത്തുകൊണ്ട് വന്ന് ഞാൻ തോരൻ വയ്ക്കുകയാണ്. ഇപ്പോഴേ ഇന്ന് പാല് കൊണ്ടുവരാൻ ഒരുപാട് താമസിച്ചു. നമ്മൾ മിക്സിയിലെ ആ തേങ്ങയൊക്കെ വറുത്തങ്ങോട്ട് അരയ്ക്കാൻ തുടങ്ങിയപ്പോഴായിരുന്നു പാലുകാരൻ വന്നത്. പിന്നെ പാലൊക്കെ വാങ്ങിച്ച് അവിടെ വെച്ചിട്ട് പിന്നെ ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ പാൽ ഒഴിച്ച് വെച്ചത്. അപ്പോഴേ ഇനിയും ഞാനൊരു ചായ അനത്താൻ പോവുകയാണ്. അപ്പം കൂട്ടുകാർ വീഡിയോ കാണുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ ഈ വീഡിയോയെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായങ്ങൾ മോശമായാലും നല്ലതായാലും കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കുക, എഴുതിയേക്കുക. അപ്പോഴേ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എന്തോ അമ്മ വന്നെന്തോ എൻ്റെ ഇടയ്ക്ക് ചോദിച്ചു. അപ്പോഴേ വോയിസ് ഓവർ കൊടുക്കുകയാണ്. അപ്പോഴേ അമ്മ എന്തൊക്കെയോ അതിൻ്റെ ഇടയ്ക്ക് ചോദിക്കുന്നു. അമ്മയ്ക്ക് ചായ ഇട്ട് കൊടുക്കട്ടെ. അപ്പോഴേ നിങ്ങളെ ഈ വീഡിയോ കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളൊന്നുമല്ല, അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ എഴുതി അറിയിക്കുമല്ലോ. അപ്പോൾ ബൈ, താങ്ക് യു. ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. ഇനിയും വരും ദിവസങ്ങളും നല്ലതായിരിക്കട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.